കണ്ണൂരിലേക്ക് പോകുന്നു. കണ്ണൂരിൽ സുമേഷ് മൊറാഴ ചേരുന്നുണ്ട്. സുമേഷ്, നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കണ്ണൂരും സമാനമായ സാഹചര്യമാണ്. മഴ മാറി നിൽക്കുകയാണെന്നാണ് രാവിലത്തെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാകുന്നത്, അതിരാവിലെ. അത് തന്നെയാണോ നിലവിലും തുടരുന്നത്? ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഇപ്പോഴും അവിടെ കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്? തീർച്ചയായും ഹരി, കണ്ണൂർ ജില്ലയിൽ മഴക്ക് അല്പം ശമനമുണ്ട് എന്ന് വേണം പറയാൻ. തീവ്രമല്ലെങ്കിലും ഇടവിട്ടുള്ള മഴ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ മഴ കുറഞ്ഞതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ ഈ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. 456 പേരാണ് ജില്ലയിലെ 6 ക്യാമ്പുകളിലായി ഇപ്പോൾ തുടരുന്നത്. ഈ കഴിഞ്ഞ ദിവസം പുഴയിൽ കാണാതായിട്ടുള്ള 2 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടുള്ള ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യാങ്കട് പുഴയിൽ കാണാതായിട്ടുള്ള തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷ്, കാഞ്ഞിരപ്പുഴയിൽ കാണാതായ VP ഹനീഫ എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്നും തുടരുന്നത്. ഈ ഹനീഫയെ തിരയാനായി വനയാട് കൽപ്പറ്റയിൽ നിന്നുള്ള 12 പേരടങ്ങിയ തുർക്കി ജീവൻ രക്ഷാ സമിതിയിലെ നീന്തൽ വിദഗ്ധ സംഘം എത്തിയാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഇദ്ദേഹം ഒഴുക്കിൽപ്പെട്ടിട്ടുള്ള ഈ തൊണ്ടയിൽ പാലത്തിനടുത്ത് മുതൽ ഈ 500 മീറ്ററോളം തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാലും ഈ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മീൻതുള്ളിയിൽ രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ ഈ അഗ്നിശമന സേന, അതുപോലെ തന്നെ പോലീസ് എന്നിവയ്ക്ക് പുറമെ വിവിധ റാഫ്റ്റിംഗ് അസോസിയേഷൻ അംഗങ്ങളും ചേർന്നാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഏതായാലും 2 പേരെയും ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും ഏതായാലും തുടരും. നിലവിൽ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 3 താലൂക്കുകളിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ട്യൂഷൻ സെന്ററുകൾ, അതുപോലെ തന്നെ മദ്രസകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നും ഈ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മഴക്ക് അല്പ ശമനമുണ്ടെങ്കിലും ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നു എന്ന് വേണം പറയാൻ. ഹരി, ശരി. അപ്പോൾ കണ്ണൂരിലെ സാഹചര്യമാണ് സുമേഷ് പറഞ്ഞത്. ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ശക്തമായ മഴ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.